ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കർമ്മങ്ങൾ നടക്കട്ടെ, പ്രാർത്ഥനകൾ ഉഗ്രമാവട്ടെ. 41-ാം നാൾ സർപ്പബലി നടത്തിയേ പറ്റൂ. ഇത് നിശ്ചയം. വ്രതശുദ്ധിയിൽ അപാകതകളൊന്നും വന്നിട്ടില്ല. മോൾ ഏതു നേരവും പ്രാർത്ഥനയില്ല. ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ചെയ്യുന്നതിനേക്കാൾ ഭക്തിയോടെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും നാഗദംശനത്തിന്റെ സ്വപ്നം കണ്ട് പേടിക്കാന്ന് പറഞ്ഞ പൂജാവിധികളൊന്നും തെറ്റിയതുകൊണ്ടല്ല. നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കുടുംബത്തിന് പുറത്തു നിന്നുള്ള ചിലർ ശത്രുക്കളുടെ വേഷത്തിലുണ്ട്. ഈ കർമ്മം മുടക്കാൻ അവരാഗ്രഹിക്കുന്നു. ആരാണ് അവര്? ശത്രുവിനെ തേടി അലയുന്നതിനേക്കാൾ നമുക്ക് നേരെ വരുന്ന ശത്രുവിന്റെ ആയുധത്തെ പ്രതിരോധിക്കുന്നതാ നല്ലത്. നാഗദോഷമകറ്റാനുള്ള പൂജയെ ഇല്ലാതാക്കാൻ നാഗങ്ങളെ തന്നെയാണ് ശത്രുക്കൾ ആയുധമാക്കിയിരിക്കുന്നത്. അതിന്റെ സൂചനയാണ് വ്രതം നോറ്റിരിക്കുന്ന പെൺകുട്ടി കണ്ട പേടി സ്വപ്നം. തിരുമേനി, സ്വന്തം പ്രായം പോലും നോക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗത്തിന് തയ്യാറായ പെൺകുട്ടിയാ. അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പ്രതിവിധി ചെയ്തേ പറ്റൂ. അങ്ങത് നിശ്ചയിച്ചേ പറ്റൂ. 41 ദിവസത്തെ ചടങ്ങുകളിൽ സർപ്പബലി ഉൾപ്പെടുത്തേണ്ടി വരും. സർപ്പബലി അല്പം മാരകമാണ്. വിപരീത ഫലമുണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. സർപ്പബലി നടക്കുമ്പോ കളത്തിലേക്ക് ആവാഹിക്കപ്പെടുന്ന സർപ്പം പ്രീതിപ്പെട്ടില്ലെങ്കിൽ വ്രതം നോക്കുന്ന പെൺകുട്ടിയെ ദംശിക്കാനും തൽക്ഷണം മരണം നടക്കാനും സാധ്യതയുണ്ട്. വേണ്ട, എങ്കിലും അങ്ങനെ ഒരു ചടങ്ങ് വേണ്ട. മോൾക്ക് ആപത്തൊന്നും സംഭവിച്ചുകൂടാ. എല്ലാം ഇവിടെ വെച്ച് നിർത്താം. എല്ലാം തുടങ്ങിയ നിലയിൽ ഇനി അത് നിർത്താനാവില്ല. അഥവാ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ കൺമുമ്പിൽ കാണുന്നതൊക്കെ സർവനാശമായിരിക്കും. കർമ്മങ്ങൾ നടക്കട്ടെ, പ്രാർത്ഥനകൾ ഉഗ്രമാവട്ടെ. 41-ാം നാൾ സർപ്പബലി നടത്തിയേ പറ്റൂ. ഇത് നിശ്ചയം. അതാരാമേ കളരിക്കൽ തറവാടിന് ഇത്രയും കൂടിയ ശത്രു? നാഗങ്ങളെ ഉപയോഗിച്ച് തന്നെ അവളെ നേരിടാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോ അതൊരു ചെറിയ പകയല്ലല്ലോ. അങ്ങനെ ഒരാളും ഓർമ്മയിലില്ല നന്ദ. എത്രയോ കാലമായി ഞാനിവിടെ ജീവിക്കുന്നു. തറവാടിന്റെ ശത്രു എന്നും പറഞ്ഞ് ആരെയും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആരാ ഈ ക്രൂരത ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാ? ഇതുവരെ എല്ലാത്തിനെയും എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചത് നിർമ്മലയും കുടുംബമാ. ഏയ്, അതല്ല. കുടുംബത്തിനകത്തു നിന്നല്ലെന്ന് സിദ്ധൻ തീർത്തു പറഞ്ഞു. എന്നാ ചെയ്യുന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചു തരാൻ തടസ്സമുണ്ട്. മുടക്കാനിറങ്ങുന്നവർക്ക് എല്ലാ മായകളും വശമുണ്ടാവൂല്ലോ. സർപ്പബലി നടത്തിയേ തീരൂല്ലേ? അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളില് അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ നമ്മൾ അനുസരിച്ചത്. ഇത് മാത്രമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ സർപ്പബലി കണ്ടിട്ടുള്ളൂ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ചങ്ങന്നൂര് ബ്ലാക്കുറിശി തറവാറ്റില് എനിക്കൊരു 10-12 വയസ്സുള്ളപ്പോ എന്നെ കൂട്ടി സർപ്പബലിക്ക് പോയത് ഓർമ്മയുണ്ട്. അന്ന് ബലിക്കളത്തിൽ കഴിഞ്ഞു വന്നത് വിവരിക്കാനാവാത്ത വലുപ്പമുള്ളൊരു നാഗമായിരുന്നു. കളത്തിലിരുന്ന പെൺകുട്ടി അത് വലിഞ്ഞു മുറുക്കി. ആളുകൾ ഒന്നടങ്ങ് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുമ്പോ വലിഞ്ഞു മുറുക്കിയ നാഗം അവളെ കൊത്തിക്കൊന്നു. സത്യം പറഞ്ഞ അതിനുശേഷം സർപ്പബലി എന്നുള്ള വാക്ക് തന്നെ പേടിയാ. അതിപ്പോ നമ്മുടെ കാവില്, അതും കൃഷ്ണമോളെ പോലൊരു പാവം പെൺകുട്ടി.
അപകടമാണല്ലോ അമ്മേ. സത്യത്തിൽ ഈ തറവാടിന്റെ ദുരന്തത്തിനോട് ഒരു ഉത്തരവാദിത്വവും കൃഷ്ണമോൾക്കില്ല. എന്നിട്ടും നമ്മുടെയൊക്കെ വാക്ക് കേട്ട് 41 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന വ്രതത്തിലാ ആ കുട്ടി. അവസാനം അവളെ ബലിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതാനേ നമുക്കിപ്പോ പറ്റൂ. എന്നേക്കുമായി ഈ ശാപം ഒഴിഞ്ഞു പോയല്ലേ പറ്റൂ. തലമുറകൾ ഇനിയും കിടക്കുകയല്ലേ. അതും വിശ്വാസത്തിനോട് കൂറില്ലാത്ത പുതിയ തലമുറ. എല്ലാവരെയും നിലനിർത്തണ്ടേ. കൃഷ്ണമോൾ എല്ലാത്തിനും തയ്യാറായിരിക്കും. പക്ഷേ എനിക്ക് പേടി സിത്താരയുടെ കാര്യത്തിലാ. ഒരുപക്ഷെ എല്ലാം മതിയാക്കാൻ സിത്താര ആവശ്യപ്പെട്ടാലോ? കൃഷ്ണമോൾക്ക് അതനുസരിക്കാതെ നിവൃത്തിയുണ്ടാവില്ല. കളരിക്കിലെ നാഗശാപം ഇതുവരെ നമ്മളായിട്ട് സിത്താരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസരം ഉണ്ടായാ പറഞ്ഞേ പറ്റൂ. എന്നിട്ട് വ്രതം അവസാനിപ്പിക്കാൻ സിത്താര പറയുന്നത് ഗാഥയോടല്ലല്ലോ, കൃഷ്ണമോളോടല്ലേ. തീരുമാനം അവളുടേതല്ലേ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാല് സിത്താരയായിട്ട് തുടങ്ങി വെച്ച ഈ നാടകം അവസാനിപ്പിക്കുന്നത് അവിടെയായിരിക്കും. കൃഷ്ണ നവീന്റെ യഥാർത്ഥ ഭാര്യയാവുന്നതും അവിടെ വെച്ചായിരിക്കും. എല്ലാം ദൈവം തീരുമാനിക്കട്ടെ. അതെ, പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയാലും പിന്നെ മൗന പ്രാർത്ഥന വല്ലതുണ്ടോ? അതിന് ഞാൻ പ്രാർത്ഥിച്ചതൊന്നുമല്ല. ഓ ഭാഗ്യം. അതെ, താൻ റെഡിയല്ലേ? എന്തിന്? പുറത്തു പോകാനായിട്ട്. പുറത്തു പോവാനോ? അതും വ്രതം ഉള്ളപ്പോഴോ? ഇതൊക്കെ ആരാ തീരുമാനിച്ചേ? തീരുമാനിച്ചത് ഞാനാ. മുത്തശ്ശിയുടെ അടുത്തുനിന്ന് അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. വ്രതം അനുഷ്ഠിക്കുമ്പോ പുറത്തു പോവാൻ മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കില്ല. എന്നോട് കള്ളം പറയണ്ട. എന്നാ നമുക്ക് മുത്തശ്ശിയോട് തന്നെ പോയി ചോദിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോ മുത്തശ്ശി പറഞ്ഞാലും ശരി, വ്രതസമയത്ത് ഒരിടത്തേക്കും ഞാൻ വരുന്നില്ല. സാറേ. എടോ മാണിക്കുഞ്ഞ്, താനത് കേൾക്കുന്നുണ്ടോ? നമ്മൾ എത്ര കാര്യപ്പെട്ട സ്ഥലത്തേക്കാ ഇയാളെ വിളിക്കുന്നത്. പക്ഷെ വരാൻ പറ്റില്ല പോലും. മാഡം, എന്തിനാ വെറുതെ സാറിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നമുക്ക് പോയിട്ട് വന്നൂടെ? എങ്ങോട്ട്? അത് ശരി. സാറ് ഇതുവരെ സ്ഥലമൊന്നും പറഞ്ഞില്ലേ? എടോ, അത് പിന്നെ ഞാൻ... ഓ, എന്തോന്നു സാറേ ഇത്? നമ്മൾ വിശേഷപ്പെട്ട അമ്പലത്തിലേക്കാണ് പോകുന്നു പറഞ്ഞാ ഗാഥമാട എപ്പ സംഭവിച്ചു എന്ന് പറഞ്ഞാ പോരെ?